അസോവ് കടലിലും റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളിലെ തീരക്കടലിലും നിയമവിരുദ്ധമായി ചരക്കുമായി പോയ 5 കപ്പലുകൾ ആക്രമിച്ചതായി യുക്രൈൻ സൈന്യം. യുക്രൈനിൽ നിന്നുള്ള ധാന്യങ്ങൾ മോഷ്ടിക്കുന്നതിനും സൈനിക ആവശ്യങ്ങൾക്കുള്ള ഇന്ധനവും ആയുധങ്ങളും കടത്തുന്നതിനും ഉപയോഗിച്ച കപ്പലുകൾക്ക് നേരെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായതെന്ന് യുക്രൈൻ ഡ്രോൺ ഫോഴ്സ് കമാൻഡർ റോബർട്ട് ബ്രൗഡി വ്യക്തമാക്കി. മരിയുപോൾ, ബെർദ്യാൻസ്ക് എന്നീ തുറമുഖങ്ങളിലും താൽക്കാലികമായി റഷ്യൻ നിയന്ത്രണത്തിലുള്ള തീരപ്രദേശങ്ങളിലുമാണ് ആക്രമണം നടന്നത്. റഡാറുകൾ ഓഫാക്കി പേരുകൾ മായ്ച്ചു കളഞ്ഞ നിലയിലായിരുന്നു ഈ കപ്പലുകൾ സഞ്ചരിച്ചിരുന്നത്. ആക്രമണത്തിൽ 2 കപ്പലുകളിലായി ഉണ്ടായിരുന്ന 5 അസർബൈജാൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായി അസർബൈജാൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. നാസ്ട്ര, സിർക്കോൺ എന്നിവയാണ് ആക്രമിക്കപ്പെട്ട 2 കപ്പലുകൾ. അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നേരിട്ടുള്ള ചർച്ചകൾക്കായി കത്തെഴുതിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം. എന്നാൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കവേ പുടിൻ ഈ ചർച്ചയ്ക്കുള്ള സാധ്യത തള്ളി. യുക്രൈൻ അധിനിവേശ പ്രദേശങ്ങളായ ഡൊണറ്റ്സ്ക്, ലുഹാൻസ്ക്, കെർസൺ, സപ്പോപീഷ്യ എന്നിവ റഷ്യയ്ക്ക് വിട്ടു നൽകണമെന്നും നാറ്റോയിൽ ചേരുവാനുള്ള നീക്കം യുക്രൈൻ ഉപേക്ഷിക്കണമെന്നുമാണ് റഷ്യയുടെ പ്രധാന ആവശ്യം. എന്നാൽ സ്വന്തം ഭൂമി വിട്ടുകൊടുത്തുള്ള ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന് യുക്രൈൻ വ്യക്തമാക്കി. അതേസമയം യുക്രൈന്റെ ഒരു നാവിക ഡ്രോൺ അയൽരാജ്യമായ റൊമാനിയയുടെ കോൺസ്റ്റാൻഡ തുറമുഖത്തിന് സമീപം വെള്ളിയാഴ്ച സ്വയം പൊട്ടിത്തെറിച്ചതായി സ്ഥിരീകരിച്ചു. റഷ്യയുടെ ഇലക്ട്രോണിക് ഇടപെടലുകൾ കാരണം ഡ്രോണിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണെന്ന് യുക്രൈൻ അറിയിച്ചു. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും തുറമുഖത്തെ എണ്ണ ടെർമിനലിനും സമീപത്തെ വെയർഹൌസുകൾക്കും കപ്പലുകൾക്കും വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 യുക്രൈൻ പൗരന്മാർ കൊല്ലപ്പെടുകയും 70-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തലസ്ഥാനമായ കീവിന് പുറത്തുള്ള ഒരു ഡയറി ഫാക്ടറിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 4 പേരും കെർസണിലെ പെട്രോൾ പമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു സ്ത്രീയും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. 5ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ യുദ്ധത്തിൽ ഡ്രോൺ ആക്രമണങ്ങളും ഇന്ധനക്ഷാമവും വിലക്കയറ്റവും മൂലം റഷ്യൻ ജനതയും വലഞ്ഞിരിക്കുകയാണെന്ന് സെലൻസ്കി അഭിപ്രായപ്പെട്ടു.